ഹായ് സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സേഫ്റ്റി ടാങ്ക് നമ്മൾ വെക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ കുറച്ച് വേസ്റ്റ് കുഴി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊന്ന് താമസിച്ചുപോയി. അപ്പം മേളിലൊക്കെ കുറച്ച് ഒരു പാരപ്പറ്റൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞുള്ള പണിയാണിത്. അപ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കോൺക്രീറ്റ് ഇട്ടിട്ട് 4-5 കോൺക്രീറ്റ് ഇട്ട് അത് ലെവൽ ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ ടാങ്ക് ഇറക്കി വെക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് വാട്ടർ ലെവലൊക്കെ ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ കണക്ഷൻ നമ്മൾ പകുതിക്ക് വരെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു വാട്ടർ ലെവൽ ചെയ്യുകയാണ്. വാട്ടർ ലെവൽ ചെയ്തിട്ട് കുഴിക്കകത്തിട്ട് വാട്ടർ ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ ഇന്ന് കൊടുക്കുന്നിടമുണ്ടല്ലോ, അപ്പോൾ അവിടെ കറക്റ്റ് അതിൽ നിന്ന് താത്ത് പിടിച്ച് ഒരു 2 ഇഞ്ച് താത്ത് കൊടുക്കണം. 2-3 ഇഞ്ച് താത്ത് കൊടുക്കണം. അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ടാങ്ക് പിന്നെ ലെവൽ ചെയ്യണം. കാരണം അതിനുവേണ്ടി നമ്മൾ വാട്ടർ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക. വാട്ടർ ലെവൽ ചെയ്ത് ഒക്കെ ആക്കി കൊടുത്താലേ നമുക്ക് ഈ വേസ്റ്റ് കറക്റ്റായിട്ട് ഈ ഇതിനകത്ത് പോകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിനകത്തൊക്കെ വേസ്റ്റ് കിടക്കും. അപ്പോൾ ഇതാകുമ്പോഴത്തേന് ക്ലോസിറ്റ് വെള്ളം ഒഴിക്കുമ്പോഴത്തേന് കറക്റ്റായിട്ട് ആ വേസ്റ്റ് കറക്റ്റ് ഇതിനകത്ത് ടാങ്കിൽ എത്തും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത്. ഇതിനകത്ത് വെച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നുമില്ല. നമ്മളിപ്പം വരുന്ന പൈപ്പിൽ നിന്ന് നമ്മൾ കറക്റ്റ് വാട്ടർ ലെവൽ നമ്മൾ ആ കുഴിക്കകത്തൊരു സൈഡിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ടാങ്കിൻ്റെ ഹൈറ്റ് ഇടുക. ടാങ്കിൻ്റെ ഇന്ന് പൈപ്പിൻ്റെ അവിടെ നിന്ന് താഴെ നിന്ന് അവിടെ നിന്ന് താപ്പോട്ട് അതിൻ്റെ ഹൈറ്റ് എടുക്കുക. ആ ഹൈറ്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്തിട്ട് അത് താപ്പോട്ട് മാർക്ക് ചെയ്യുക. ആ ലെവലിൽ നമ്മൾ കോൺക്രീറ്റ് ഇടുക. അപ്പോൾ കുഴി നമ്മൾ ആ ലെവലിൽ ഏകദേശം ലെവൽ ചെയ്തിട്ടായിരിക്കണം കോൺക്രീറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ലെവൽ ചെയ്യാൻ വാട്ടർ ലെവൽ വേണമെന്നില്ല. നമുക്ക് സ്പിറ്റ് ലെവൽ വെച്ചിട്ടാണ് അതിൻ്റെ സെൻട്രലത്തെ ആ ഒരു റൗണ്ട് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ ടാങ്കിനും കാണാം, എല്ലാ കമ്പനിയുടെ ടാങ്കിനും കാണാം. അപ്പോൾ ആ ടാങ്കിൽ തിരിച്ചും മറിച്ച് സ്പിറ്റ് ലെവൽ വെച്ചിട്ട് നോക്കിയാൽ മതി. നോക്കിയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഇതിനകത്ത് ലെവൽ വെച്ച് ചെയ്ത് നോക്കിയിട്ട് ചാന്തോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇച്ചിരി എക്സ്ട്രാ അടി കൂടെ കൊടുത്ത് നമുക്ക് 2 റൗണ്ടല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിനോട് തൊട്ടടുത്തായിട്ട് വേറൊരു കുഴിയുണ്ട്. നമുക്കൊരു 2.5-ക്ക് 2.5 ഒരു കുഴി സ്ക്വയർ കെട്ടണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാത്റൂമിലെ കുളിക്കുന്ന വെള്ളവും ഇതൊക്കെ നമുക്ക് സോപ്പ് വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും വെള്ളം ഇതിനകത്തിട്ട് നമ്മൾ കളയുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കണക്ഷൻ നമ്മൾ ഈ ഒരു 2.5-ക്ക് 2.5 ഒരു സ്ക്വയറിൽ കിട്ടുന്ന ഒരു കുഴിക്കകത്തിട്ട് നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പിള്ളേരോട് നമ്മൾ പറഞ്ഞത് അടിയിൽ മൊത്തം ഗ്യാപ്പ് ഇട്ട് വേണം കെട്ടാൻ. കാരണം നമുക്ക് വെള്ളം നിൽക്കരുത്. വെള്ളം മൊത്തം നമുക്ക് ഇതിനകത്ത് പറ്റിപ്പോണം. ഇതിനകത്ത് നിന്ന് വരുന്ന വെള്ളം മൊത്തം പറ്റിപ്പോണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ അടിയിൽ ഒരു 3 വരി കട്ട നമ്മൾ ഫുള്ള് ഗ്യാപ്പിട്ടാണ് കെട്ടുന്നത്. ചാന്ത് ഉപയോഗിക്കത്തില്ല. ഏറ്റവും അടി മാത്രം ചാന്ത് ഉപയോഗിക്കുക. എന്നിട്ട് മേലോട്ട് ചാന്തില്ലാതെ കെട്ടുക. എന്നിട്ട് മേളിൽ വന്നിട്ട് മേളത്തെ ഒരു നേരം ഫുള്ള് ഗ്യാപ്പില്ലാതെ നല്ല അടിയിലിട്ട് വെട്ടി ഇറക്കി കിട്ടും. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സ്ലാബ് ഇടാൻ പറ്റുന്നത് നല്ല ബലത്തെ പശയ്ക്ക് അകത്തിട്ട് കിട്ടും. നല്ല കട്ടിക്ക് പശയ്ക്ക് സിമെൻറ്റ് ഇട്ട് നമ്മൾ അത് കിട്ടും. അപ്പോഴത്തേന് അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ സൈഡിൽ മണ്ണൊക്കെ വീഴുമ്പോഴത്തേന് സംഗതി ഒക്കെ ആവും. അപ്പോൾ നമ്മൾ ചാന്ത് കൂട്ടാനായിട്ട് പോവുകയാണ്. ചാന്ത് കൂട്ടി അവർ പറഞ്ഞെല്ലാം കുഴിയൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി കിട്ടും. അപ്പോൾ ഇനി അവർ പറഞ്ഞാൽ കോൺക്രീറ്റും ചാന്തും എല്ലാം കൂടെ നമുക്ക് അടുക്കടുക്ക കൂട്ടിയിടാം. എന്നിട്ട് എല്ലാം പടപടാമെന്ന് പറഞ്ഞ് മേളിൽ നിന്ന്. അപ്പം മേളിൽ നിന്ന് പൈപ്പ് വഴിയൊക്കെ അവിടെ PVC പൈപ്പ് കിടപ്പുണ്ടായിരുന്നു. PVC പെരയുടെ പുറത്തിട്ടാണ് ഈ ഇതൊക്കെ കൂട്ടുന്നത്. അപ്പം PVC പൈപ്പ് ഉപയോഗിച്ച് താഴെ ഈ കോൺക്രീറ്റ് എത്തിച്ച് അങ്ങനെയാണ് ഇതിന് കോൺക്രീറ്റ് ഇടുന്നത്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ടാങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 8-ക്ക് 2.5 ടാങ്കാണ്. 8 അടി നീളം, 2.5 അടി പൊക്കം വീതി. എല്ലാവരും കൂടെ കോൺക്രീറ്റ് കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കുക. കോൺക്രീറ്റ് മേലിട്ട് കൂട്ടിയിട്ട് താഴെ എത്തിക്കണം. വീട്ടിലൊക്കെ ദൂരെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. ഇവിടും താപ്പോട്ട് അങ്ങനെ ഇറക്കും, പൈപ്പ് എങ്ങനെ സെറ്റ് ചെയ്യും, പൈപ്പ് വഴി അങ്ങനെ കൊണ്ടുപോകും, അതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുക. എന്തായാലും നമുക്ക് കോൺക്രീറ്റ് ഇട്ട് നമ്മൾ സാധനമെല്ലാം സെറ്റ് ചെയ്ത്, കോൺക്രീറ്റ് ഇടുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും കോൺക്രീറ്റൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയാക്കി അതിൻ്റെ എർത്ത് കുഴിയും കെട്ടി, പിന്നെ ഒരു വേസ്റ്റ് കുഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹോളിട്ടാണ് കെട്ടുന്നത്. അത് കണ്ടാൽ മനസ്സിലാവും, നല്ല ഹോളിട്ട് വേണം കെട്ടാൻ. കാരണം അത് വെള്ളം ഇതിനകത്തുനിന്ന് ലീക്കായി പോകണം. കാരണം എർത്ത് കുഴിക്കകത്തൊക്കെ വരുന്ന വെള്ളം നമ്മൾ വെളിയിലോട്ട് ലീക്കായി പോകണം. അപ്പോൾ അതുകൊണ്ട് ഹോളിട്ടാണ് കെട്ടുന്നത്. മേളിൽ നമ്മൾ ഇതേപോലെ ചാന്തിട്ട് ലെവൽ ചെയ്ത് സെറ്റാക്കി കിട്ടും. നമ്മളെല്ലാം കോൺക്രീറ്റൊക്കെ ഇട്ടെല്ലാം ഉറപ്പിച്ച് സെറ്റാക്കി ചെറിയ എർത്ത് കുഴിയൊക്കെ കെട്ടി
മറ്റേ വേസ്റ്റ് കുഴിയും കെട്ടി അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കുറച്ച് ശേഷം മണ്ണിട്ട് മൂടണം. ഇന്ന് കുറച്ച് മണ്ണൊക്കെ ഇറക്കാൻ പറ്റും. പിന്നെ നാളെ നമുക്ക് പിന്നെ ഈ കെട്ടിയതിൻ്റെ വെള്ളമൊക്കെ നാളെ ഇടാൻ പറ്റും. കാരണം അത് സെറ്റാവാതെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇളകിപ്പോവും. ഇവിടെ ആണെങ്കിൽ ഈ വീട് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ നിരപ്പിനാണ് വാർപ്പ് വന്നിരിക്കുന്നത്. കാരണം റോഡിൽ നിന്ന് കയറുന്ന പെരയുടെ പുറത്തോട്ടാണ്. അപ്പോൾ അതിന് പെരയുടെ പുറത്തുനിന്ന് താപ്പോട്ട് ഇറങ്ങണം, പെരയ്ക്കകത്തോട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പം അങ്ങ് ആ ഒരു സെറ്റപ്പിൽ ഇവിടെ വീട് വെച്ചത്. കാരണം അങ്ങ് അത്ര സൗകര്യമുള്ളായിരുന്നു ഇവിടെ. അപ്പോൾ ഒരു ലൈൻ പാരപ്പറ്റ് കട്ട നമ്മളിവിടെ കെട്ടിയിരുന്നത്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഇപ്പം ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി കോൺക്രീറ്റ് ഇച്ചിരി താഴത്ത് പൊഴിച്ചിട്ട് ഒരു പൈപ്പ് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം പോയില്ലെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളം കുറച്ച് കെട്ടിക്കിടക്കും. അതുകൊണ്ട് ഇച്ചിരി പൈപ്പിൻ്റെ അവിടെ വട്ടം ഒന്ന് ചെറുതായിട്ട് ചിപ്പ് ചെയ്തിട്ട് ഇളക്കി കളഞ്ഞിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു തുള്ളി പോലും കിടക്കത്തില്ല, എല്ലാം ഇറങ്ങിപ്പോകും. അപ്പം വർക്കുകളൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മുടെ വീഡിയോകളൊക്കെ യഥാസമയം ഇടുമ്പോഴൊക്കെ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അടുത്ത ആൾ കണ്ട് ഇവിടെ കിച്ചൻ്റെ സൈഡിൽ ഒരു വേസ്റ്റ് കുഴി എടുക്കുകയാണ്. നമ്മുടെ സിങ്കിൻ്റെ